ഹലോ ഡിയേഴ്സ്, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ? ചാപ്റ്ററിൻ്റെ പേരെന്താണ് നമുക്കറിയാലോ. ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? അഡ്വഞ്ചേഴ്സിൻ്റെ ബാനിയൻ ട്രീ അല്ലേ? പിന്നെ ബോയി, അതേപോലെ കോബ്രയുടെയും സ്ക്യൂരലിൻ്റെ ഒക്കെ കോബ്ര അല്ലേ, മംഗൂസിൻ്റെ ഫൈറ്റ്, പിന്നെ സ്ക്യൂരൽസ്, ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതൊക്കെ തന്നു, മീനിങ്സും കാര്യങ്ങളും എല്ലാതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് മൂവ് ചെയ്യാം. പേജ് നമ്പർ 15 നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റി തുടങ്ങുന്നത്. ആക്ടിവിറ്റി 1 ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, ബാനിയൻ ട്രീയുടെ ഒരു പിക്ചറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ടീച്ചർ മെല്ലെ പറയാം, അത് നിങ്ങൾ എഴുതിയെടുക്കണം. ടീച്ചർ മെല്ലെ പറയുള്ളൂ, അതിനനുസരിച്ച് എഴുതിയെടുത്താൽ മതി. ഓക്കെ, അതിൻ്റെ ക്യാരക്ടേഴ്സാണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ബാനിയൻ ട്രീ ചാപ്റ്ററിലെ ക്യാരക്ടേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദ ബോയ് എ ലവർ ഓഫ് നാച്ചർ, ഗ്രാൻഡ് ഫാദർ എ 65-year-old മാൻ. പിന്നെ ബാക്കി കുറച്ച് റൗണ്ട്സൊക്കെ എന്താണ്, ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ എഴുതിക്കോളൂ കോബ്ര. ഓക്കെ, സെക്കൻഡ് റൗണ്ടിൽ ക്രോ, തേർഡ് റൗണ്ടിൽ മൈന, ഫോർത്ത് റൗണ്ടിൽ വൈറ്റ് റാറ്റ്, പിന്നെ 3 വൈറ്റ് ബേബി സ്ക്യൂരൽ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു റൗണ്ടൊക്കെ കൊടുത്ത് ചെയ്യാം, കാരണം സ്ക്യൂരൽ വേറെ, വൈറ്റ് ബേബി സ്ക്യൂരൽ അല്ലാതെ സ്ക്യൂരൽ ഉണ്ട്, പിന്നെ അതേപോലെ ഗ്രാൻഡ് മദർ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, റെഡി? ക്യാരക്ടേഴ്സ് മനസ്സിലായല്ലോ. ഇനി മെയിൻ ഇവൻറ്റ്സ് ആണ്. ദ ബോയ്, മെയിൻ ഇവൻറ്റ്സ് എന്താണ്? ദ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്യൂരൽ. അടുത്ത രണ്ടെണ്ണം ബ്ലാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? അടുത്ത എന്താ വരിക? ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ്. എന്താണ് എഴുതുക? ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ്. ക്ലിയർ? നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എന്താ എഴുതുക? ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ സ്ക്യൂരൽ ആൻഡ് ദി വൈറ്റ് റാറ്റ്. ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ സ്ക്യൂരൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. ക്ലിയർ? മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ സെറ്റിങ്സ് ആണ്. സെറ്റിങ്സ് അടിയിൽ കൊടുത്തിട്ടുണ്ട്, അത് കുറച്ച് ലെങ്ത് ആയിട്ട് എഴുതണം. അപ്പോൾ ചെറുതാക്കിയിട്ട് എഴുതുക, കാരണം വെറും 2 ലൈൻസാണ് ഡോട്ട് കൊടുത്തിട്ടുള്ളൂ അവിടെ. അപ്പോൾ കുറച്ച് ചെറുതാക്കിയിട്ട് എഴുതിക്കോളൂ, കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഓക്കെ, ദ സ്റ്റോറി ഈസ് എബൌട്ട് 2 major events that took place in and around an old banyan tree. The story is about 2 major events that took place in and around an old banyan tree. Full stop. The boy watches the events from a platform built by him halfway up the tree. Okay, the boy watches the events from a platform built by him halfway up the tree. Clear? നമ്മുടെ ആക്ടിവിറ്റി 1 കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 2ലേക്ക് നമുക്ക് ലാസ്റ്റ് വരാം. ആക്ടിവിറ്റി 3 നോക്കുക. പേജ് നമ്പർ 16 ആക്ടിവിറ്റി 3 നോക്കുക. Watching the nature around us is really interesting. Each and every living being has its own characteristics. The boy in the story narrates certain features of few animals, lists them out. അതായത് പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? ഓരോ ആനിമൽസിനും പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകളാണുള്ളത്. അപ്പോൾ അവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്, എന്താണ്? ദ സ്ക്യൂരൽ വാസ് വെരി യങ്. ഇറ്റ് വാസ് എ സ്മോൾ ആൻഡ് ഗ്രേ ഇൻ കളർ. ഫൈൻഡിങ് ദ ബോയ് നോട്ട് ഹാംഫുൾ, ഇറ്റ് ബിക്കെയിം വെരി ഫ്രണ്ട്ലി വിത്ത് ഹിം. ഇറ്റ് ട്രസ്റ്റഡ് ദ ബോയ് ആൻഡ് ഈവൻ ടുക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? സ്ക്യൂരൽ അവനോട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതും ബിസ്ക്കറ്റ് മേടിക്കുന്നതും ഒക്കെ നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് ദ സ്നേക്ക് ആണ്. ദ സ്നേക്കിൽ എന്തൊക്കെയാണ് എഴുതുക? അറിയണമല്ലോ, കാരണം എന്താണ്? അതൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ പക്കയായിട്ട് കൊടുത്തതാണ്, ടീച്ചർ ക്ലാസ് എടുത്ത് തന്നതുമാണ് അല്ലേ? അപ്പോൾ ദ സ്നേക്കിൻ്റെ ഫീച്ചേഴ്സ് എഴുതിക്കോളൂ. ദ സ്നേക്ക് വാസ് സൂപ്പർ ഫൈറ്റർ ആൻഡ് സ്കിൽഫുൾ. SKILFUL. ദ സ്നേക്ക് വാസ് സൂപ്പർ ഫൈറ്റർ ആൻഡ് സ്കിൽഫുൾ. The sacks behind SACS. The sacks behind his long sharp fangs. The sacks behind his long sharp
fangs fangs were full of venom venom. ഇതൊക്കെ ടെക്സ്റ്റിലുണ്ട് വേർഡ്സ്, നമ്മൾ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. The sacs behind his long sharp fangs were full of venom. He could move swiftly and strike with the speed of light. Clear? നെക്സ്റ്റ് ദ മംഗൂസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മംഗൂസ് എങ്ങനെയാണ്, മംഗൂസിൻ്റെ കളർ എന്താണ് എഴുതിക്കോളൂ. ദ ഗ്രേ മംഗൂസ് വാസ് 3 feet long. He was a super fighter, clever and aggressive. 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 ഓക്കെ, ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 3. ടേബിൾ ഫില്ല് ചെയ്യാനുള്ളതാണ്, നമ്മളത് ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളത്. ആക്ടിവിറ്റി 4ഉം 5ഉം ടീച്ചർ നോട്ട് തരുന്നതായിരിക്കും. ആക്ടിവിറ്റി 4 ഇന്ന് തന്നെ തരുന്നതായിരിക്കും. ഓക്കെ, ആക്ടിവിറ്റി 6 നോക്കുക. ഇനി പേജ് നമ്പർ 18. ഓക്കെ, പേജ് നമ്പർ 18 നോക്കുക. എന്താണത്? ആക്ടിവിറ്റി 6 ആണ്. The silhouettes of some events from the story they are given here. Identify the scenes and given cut lines. അല്ലേ, അതായത് എന്താണെന്ന് വെച്ചാൽ പല പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാലരമയിലും മറ്റുമൊക്കെ ഇങ്ങനെ കാണാം. ഇങ്ങനത്തെ ഇതിലൊക്കെയാണ് കാണാം. നമുക്കതിനെ പറ്റി ഒന്ന് നോക്കാം. പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. The small squirrel became friendly and familiar enough to take food from his hands. അതാണ് ഫസ്റ്റ് പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പിക്ചറിൽ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ the boy makes a halfway on the banyan tree. The boy makes a halfway on the banyan tree and mixed reading. Okay, the boy makes a halfway on the banyan tree and mixed reading. next ഏതാണ്? ആ ക്രോയും മൈനയും കോബ്രയും കാണുന്ന പിക്ചറാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രോൻ്റെയും മൈനയുടെയും അല്ലേ ഇതാണ് പറയുന്നത്, എഴുതിക്കോളൂ. The cobra wiped his head back. The cobra wiped WHIPPED his head back and struck with great force, comma, his snout thudding, THUDDING, his snout thudding against the crow's body. Okay, ഒന്നുകൂടി വായിക്കാം. The cobra wiped his head back and struck with great force, his snout thudding against the crow's body. Clear? ഇനി നെക്സ്റ്റ് പിക്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. അതെന്താണ് നമുക്കറിയാം അല്ലേ, ശരിക്കും മംഗൂസ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവാണ് ആ കോബ്രേനെ. നമുക്കറിയാലോ, അത് പിക്ചേഴ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ, ഇവൻസ്. ഓക്കെ, എഴുതിക്കോളൂ. The mongoose grimly held on to the snake. The mongoose grimly, GRIMLY, grimly held on to the snake until it had ceased, CEASED, ceased to struggle and dragged the snake into bushes. Dragged, DRAGGED. Okay, dragged the snake into bushes. Clear? നെക്സ്റ്റ് പിക്ചറിൽ എന്താണ്, നമ്മുടെ സ്ക്യൂരലും റാറ്റും ഇരിക്കുന്ന പിക്ചറാണ്. അത് നോക്കാം, എഴുതിക്കോളൂ. The grey squirrel, white rat, the grey squirrel and white rat, the grey squirrel and white rat became friends. The grey squirrel and white rat became friends. They would go off together. On little excursion, EXCURSIONS, little excursion among the branches. Clear? Next എന്താണ്? 3 white baby squirrels were born. 3 white baby squirrels were born. Clear?
3 white baby squirrels were born. Based on the next എന്താ ബി കൊടുത്തിരിക്കുന്നത്, ബേസ്ഡ് ഓൺ ദ കട്ട് ലൈൻ പ്രിപ്പയർ എ നറേറ്റീവ്. ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു നറേഷൻ ഉണ്ടാക്കാൻ അറിയില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ആക്ടിവിറ്റി 6, ആക്ടിവിറ്റി 4 നമ്മളൊരു നറേഷൻ ഉണ്ട്. അപ്പോൾ ആ നറേഷൻ ടീച്ചർ തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, അതായത് ടീച്ചർ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു നറേഷൻ എഴുതിയാൽ മതി. ഓക്കെ, ആക്ടിവിറ്റി 7 ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താലേ പറ്റുള്ളൂ. അതിന് മുന്നേ എന്താണ് ടീച്ചർ ഇന്ന് നറേഷൻ തരാം. ആക്ടിവിറ്റി 4 നറേഷൻ തരാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 8 നോക്കുക. ടീച്ചർക്ക് അറിയാം ഓരോന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യില്ല അതൊരിക്കലും. അത് അടുത്ത ക്ലാസ്സിനോ മറ്റോ അല്ലെങ്കിൽ ഈ ക്ലാസ്സിനോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആക്ടിവിറ്റി 8 നോക്കുക. പേജ് നമ്പർ 19. എന്താണത്? The story Adventures in a Banyan Tree portrays the happy childhood of the writer blended with enchanting nature. Can the future generation enjoy such a beautiful life? Analyze the following pictures and identify the environmental issues portrayed in them. എന്താണ് നാച്ചുറിനെ ഇങ്ങനെ കില്ല് ചെയ്യുന്ന തരത്തിലുള്ളത് ഏത് ഇഷ്യൂ ആണ്? എൻവയോൺമെൻറ്റൽ, പ്രകൃതിപരമായിട്ടുള്ള ഏത് ഇഷ്യൂ ആണ്? എന്ത് പ്രോബ്ലം ആണ് ഇതുണ്ടാവുന്നത്? യെസ്, എന്താണ് ഇഷ്യൂവിൻ്റെ പേര്? നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതിന് എന്താണ് നമ്മൾ പറയുക? ഡീഫോറസ്റ്റേഷൻ അല്ലേ? നമ്മൾ പഠിക്കുന്നുണ്ട്. ഡീഫോറസ്റ്റേഷൻ, DEFORESTATION, ഡീഫോറസ്റ്റേഷൻ. എഴുതിയല്ലോ ഇഷ്യൂവിൻ്റെ അവിടെ. അടുത്തത്, വാട്ട് ഈസ് ദ ഡ്രെഡ്ഫുൾ ഇമ്പാക്റ്റ് ഓഫ് ദിസ്? എന്താണ് നമുക്കറിയാം ഓൾറെഡി അല്ലേ? മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചാൽ എന്തൊക്കെ വരുന്നു നമുക്കറിയാം. അപ്പോൾ അതൊന്ന് എഴുതിക്കോളൂ. എന്താണ് ഡീഫോറസ്റ്റേഷൻ ഡസ് ഹാം ടു ഹ്യൂമൻസ് ആസ് വെൽ ആസ് ആനിമൽസ്. Deforestation does harm to humans as well as animals. Full stop. People neglect, NEGLECT, neglect the negative impact of it. People neglect the negative impact, IMPACT, of it. Negative impact of it. Negative impact of it. Negative impact of it. Our balance of nature will be destroyed. Our balance of nature will be destroyed. Clear? ഇനി നെക്സ്റ്റ് അടുത്ത പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതെന്തിനെ പറ്റിയിട്ടുള്ള പിക്ചറാണ്? അത് എൻവയോമെൻ്റൽ പൊല്യൂഷനെ പറ്റിയിട്ടുള്ളൊരു പിക്ചറാണ് അല്ലേ? എൻവയോമെൻ്റൽ പൊല്യൂഷൻ, ENVIORN MENTAL, environmental pollution, POLLUTION, environmental pollution. Okay, and how will this affect the environment? എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്? destroys fertility of soil, destroy fertility of soil, FERTILITY, fertility of soil, causing destruction of plants. നെക്സ്റ്റ് എന്താണ്? ഇങ്ങനെ ചൂടും മറ്റൊക്കെ വരുന്നതിന് എന്താണ് പറയുക? ഗ്ലോബൽ വാർമിംഗ്. വാട്ട് ആർ ദ റീസൺസ് ആൻഡ് കോൺസിക്വൻസസ്? എന്താണ് അതിലെന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും വരെ എഴുതിക്കോളൂ. കാർബൺ എമിഷൻ കോൺട്രിബ്യൂട്ട് ടു ക്ലൈമറ്റ് ചേഞ്ച്. കാർബൺ എമിഷൻ, അതായത് കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നു. അതാണ് കാർബൺ എമിഷൻ. EMISSION, കാർബൺ എമിഷൻ contribute to climate change, which can have serious consequences for humans, and their environment. Okay, ഇനി നമുക്ക് ആക്ടിവിറ്റി 8 ഒക്കെ ആയല്ലോ. ആക്ടിവിറ്റി 8 കഴിഞ്ഞാൽ ആക്ടിവിറ്റി 4 ആണ്. അതൊരു നറേഷനാണ്. നറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്? ഒരു കഥ എന്ത് ചെയ്യാണ്? ഇങ്ങനെ നമ്മൾ പറയുകയാണ്. മറ്റൊരാളോ ആരോ ആയിക്കോട്ടെ പറയുന്നതാണ്. എന്ത് ചെയ്യുന്നത്? ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു സീന് മറ്റോ നറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ടീച്ചർ അതിൻ്റെ നോട്ട് ഇടാം. ഓക്കെ, താങ്ക് യു.